90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായ അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. സംസ്ഥാനത്ത് 8126 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 60,900 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 2700 പേർ രോഗമുക്തി നേടി. 13.34% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. സംസ്ഥാനത്ത് കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു. വെള്ളി ശനി ദിവസങ്ങളിൽ 2.5 ലക്ഷം പേർക്ക് പരിശോധന നടത്തും. 45 വയസ്സിൽ താഴെയുള്ളവരിൽ പരിശോധന കൂട്ടും. സംസ്ഥാനത്ത് വാക്സിനേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു. ഏറ്റവും പ്രധാന സാമ്പിൾ ഇത്രയും കറക്റ്റായിട്ടുള്ള സാമ്പിൾ 2.5 ലക്ഷം കളക്ട് ചെയ്ത് കിട്ടിയാൽ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ടെസ്റ്റിംഗ് നാളെ മറ്റന്നാളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ അതങ്ങ് തീർക്കാം. ഏതായാലും ടെസ്റ്റിംഗ് ക്യാൻ ബി ഡൺ. ഈ ശരിയായ സാമ്പിളുകൾ 2.5 ലക്ഷം ഒറ്റയടിക്ക് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തീർച്ചയായിട്ടും ഫ്രൈഡേ സാറ്റർഡേയിൽ കളക്ടർമാരെല്ലാം മുൻകൈ എടുത്ത് ചെയ്യും. കോവിഡ് രണ്ടാം വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച സർക്കാർ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗമാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനിച്ചത്. പൊതു സ്വകാര്യ പരിപാടികൾ അധികൃതരെ അറിയിക്കണം. ഇൻഡോർ പരിപാടികളിൽ 75 പേർക്കും ഔട്ട്ഡോർ പരിപാടികളിൽ 150 പേർക്കുമാണ് അനുമതി. മാളുകളിലും മാർക്കറ്റുകളിലും കർശന നിയന്ത്രണവും നിരീക്ഷണവും ഏർപ്പെടുത്തും. ആരാധനാലയങ്ങളിലും ആൾക്കൂട്ട നിയന്ത്രണം ഉണ്ടാകും. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും ചീഫ് സെക്രട്ടറി. ഇപ്പോൾ കല്യാണം ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കണം. അപ്പോൾ അവിടെ വളരെ അനിയന്ത്രിതമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ കൂടുകയാണെങ്കിൽ നമ്മുടെ ആളുകൾ പരിശോധിക്കും. ഈ ഇൻഡോർ ഔട്ട്ഡോർ യോഗങ്ങളുടെ നമ്പറിൻ്റെ തീരുമാനം ഈ തരം ഉത്സവം ഉൾപ്പെടെയുള്ള ഫംഗ്ഷന് ആപ്ലിക്കബിളാണ്. പക്ഷേ അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാനായിട്ട് ഒന്നുകിൽ വാക്സിനേഷൻ കിട്ടിയവരാണെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് റിപ്പോർട്ടുള്ളവരാണെങ്കിൽ അവരെ പങ്കെടുപ്പിക്കാം, കൂടുതൽ ആളുകളെ. പിന്നെ ഈ 9 മണി കഴിഞ്ഞാൽ അടയ്ക്കണം എന്നുള്ളത് ഈ തിയേറ്ററിനും ബാറിനും ഒക്കെ ഒരു ബാധകമാണ് താനും. അതെല്ലാവർക്കും അത് ബാധകമാണ്. തൃശൂർ പൂരം മുൻപെടുത്ത തീരുമാനപ്രകാരം നടക്കുമെന്ന് ചീഫ് സെക്രട്ടറി. കോവിഡ് നെഗറ്റീവ് ആയവർക്കും വാക്സിൻ 2 ഡോസ് സ്വീകരിച്ചവർക്കും മാത്രമാണ് പൂരത്തിന് പ്രവേശനം. മാനദണ്ഡങ്ങൾ പാലിച്ചാൽ രോഗവ്യാപനം ഉണ്ടാകില്ലെന്നും VP ജോയ്. അല്ല, തൃശ്ശൂർ പൂരത്തിൽ അതിന് അവർ തന്നെ ഒരു പാസ് സിസ്റ്റം സംവിധാനം ചെയ്യാനായിട്ടുള്ള ഒരു സമവായം അവർ സെക്രട്ടറിമാരായ ഒരു ചർച്ച നടത്തി ഉണ്ടാക്കിയായിരുന്നു അവരുമായിട്ട്. ഈ പൂരത്തിൻ്റെ അവിടുത്തെ ആ വലിയ മൈതാനം, അതിൽ കോവിഡ് മാനദണ്ഡം അനുസരിച്ച് 16,000 പേർക്ക് നിൽക്കാനുള്ള ഒരു അത്രയും വലിയ വലിപ്പമുണ്ടെന്നാണ് ഒരു കണക്ക് അവരെടുത്തിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ടെസ്റ്റ് നടത്തി ഈ 2 കാറ്റഗറി ഉണ്ടല്ലോ, അതായത് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആയവർ, വാക്സിനേഷൻ എടുത്തവർ, ഈ കാറ്റഗറിക്ക് മാത്രമേ അവിടെ പാസ് കൊടുക്കാവുള്ളൂ എന്നാണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അത് പ്രകാരം വെച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേസമയം തൃശൂർ പൂരം വെടിക്കെട്ടിന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അനുമതി നൽകി. സാമ്പിൾ വെടിക്കെട്ടും പൂരം വെടിക്കെട്ടും മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്താനാണ് അനുമതി. കോവിഡ് വാക്സിന്റെ ക്ഷാമത്തെ തുടർന്ന് സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ മുടങ്ങി. കുത്തിവയ്പ്പെടുക്കാൻ വന്നവർ വാക്സിൻ സ്വീകരിക്കാനാകാതെ മടങ്ങി. തിരുവനന്തപുരത്തും എറണാകുളത്തും ഉൾപ്പെടെ 5 ജില്ലകളിലാണ് മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ മുടങ്ങിയത്. ഒരു മാസത്തിനുള്ളിൽ 45 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേർക്കും വാക്സിൻ നൽകാനായിരുന്നു തീരുമാനം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ചെറുതും വലുതുമായ വാക്സിനേഷൻ ക്യാമ്പുകൾ പുരോഗമിക്കുന്നതിനിടെയാണ് വാക്സിൻ ക്ഷാമം വീണ്ടും രൂക്ഷമായത്. രാജ്യത്ത് രണ്ടാം കോവിഡ് തരംഗം അതിതീവ്രം. പ്രതിദിന കേസ് 2 ലക്ഷവും മരണം 1000-ഉം കടന്നു. 2,739 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 1038 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 1,73,000 കടന്നു. അതേസമയം കോവിഡ് ബാധിച്ച് മരിച്ചവർക്കെതിരെ മധ്യപ്രദേശ് മന്ത്രി പ്രേം സിംഗ് പട്ടേൽ നടത്തിയ പരാമർശം വിവാദമായി. കോവിഡ് ബാധിച്ചുള്ള മരണം ആർക്കും തടയാനാവില്ലെന്നും പ്രായമായവർ മരിക്കുക തന്നെ ചെയ്യുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. कोरोना ऐसी चीज है और सभी लोग कह रहे हैं, मैं अकेला नहीं कह रहा हूँ, पूरा देश कह रहा है कि कोरोना से बचने के लिए हम सब लोग सहयोग करें. तो क्या है कि जो आप बता रहे हैं कि रोज ही ना मर रहे हैं, अब मरने का क्या है, उम्र हो जाती है उसको तो मरना भी पड़ता है. മഹാരാഷ്ട്രയും ഡൽഹിയും കേരളവും അടക്കം രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ സ്ഥിതി ഗുരുതരമാണ്. ഗുജറാത്ത്, ഡൽഹി, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ രോഗികൾക്ക് ഓക്സിജൻ ലഭ്യമാക്കാനാകാത്ത സാഹചര്യവുമുണ്ട്. അതിനിടെ ആന്ധ്രാപ്രദേശിലെ ഉഗാഡി ആഘോഷത്തിൽ കോവിഡ് ചട്ടം ലംഘിച്ച് 1000-ലധികം പേരാണ് പങ്കെടുത്തത്.
മാർഗനിർദ്ദേശം ലംഘിച്ചുകൊണ്ട് ഹരിദ്വാറിലെ കുംഭമേള ആഘോഷം പുരോഗമിക്കുകയാണ്. മേളയിൽ പങ്കെടുത്ത 4201 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. ആഘോഷം നേരത്തെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് UP സർക്കാർ ആവർത്തിച്ചു. കുംഭമേളയിൽ പങ്കെടുത്തവർക്ക് കർണാടക സർക്കാർ RT-PCR പരിശോധന നിർബന്ധമാക്കി. കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായതോടെ ഡൽഹിയിൽ വാരാന്ത്യ കർഫ്യൂ ഏർപ്പെടുത്താൻ തീരുമാനം. അവശ്യ സർവീസുകൾക്ക് മാത്രമായിരിക്കും അനുവാദം. ലഫ്റ്റനന്റ് ഗവർണറുമായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വാരാന്ത്യ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച രാത്രി 10 മണി മുതൽ തിങ്കളാഴ്ച രാവിലെ 6 മണി വരെയാണ് വാരാന്ത്യ ലോക്ഡൌൺ. മാളുകൾ, ജിമ്മുകൾ, ഓഡിറ്റോറിയങ്ങൾ എന്നിവ അടച്ചിടും. ഹോട്ടലുകളിൽ ഹോം ഡെലിവറികൾ മാത്രമേ അനുവദിക്കൂ. ഒരു മുനിസിപ്പൽ സോണിൽ ഒരു മാർക്കറ്റിന് മാത്രമാണ് തുറക്കാൻ അനുമതി. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് എത്തുന്നവർ പാസ് നൽകും. അതേസമയം ആശുപത്രികളിൽ കിടക്കകൾക്ക് ക്ഷാമമുണ്ടെന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളി. दिल्ली में हॉस्पिटल बेड्स की कमी नहीं है. अभी लेटेस्ट डेटा के हिसाब से 5000 से ज़्यादा बेड अभी खाली हैं. दिल्ली के अंदर 5000 से ज़्यादा बेड्स खाली हैं. लेकिन अभी फ़िलहाल आपका मुख्यमंत्री होने के नाते मैं आपको एश्योर कर रहा हूँ कि अभी दिल्ली के अंदर बेड्स की कमी नहीं है. ഉത്തർപ്രദേശിലെ 10 ജില്ലകളിൽ രാത്രി 8 മണി മുതൽ രാവിലെ 7 മണി വരെ കർഫ്യൂ പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, ഒഡീഷ, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ 10, 12 ക്ലാസുകളിലെ പരീക്ഷകൾ മാറ്റിവെച്ചു. ഡൽഹി നിസാമുദ്ദീൻ മർക്കസ് മസ്ജിദിൽ ഒരേ സമയം 50 പേർക്ക് പ്രാർത്ഥന നടത്താൻ അനുമതി നൽകി ഡൽഹി ഹൈക്കോടതി. വിശുദ്ധ മാസത്തോടനുബന്ധിച്ച് 5 നേരം പ്രാർത്ഥനയ്ക്ക് അനുമതി. വഖഫ് ബോർഡ് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഡൽഹി ഹൈക്കോടതി. തബ്ലീഗ് സമ്മേളനത്തിനു ശേഷമുള്ള കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മാർച്ചിൽ മസ്ജിദ് അടച്ചുപൂട്ടിയിരുന്നു. മസ്ജിദിൽ നിയന്ത്രണങ്ങളോടെ പ്രാർത്ഥനയാകാമെന്ന കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെ കോവിഡ് ഏറ്റെന്ന് പരിഹസിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തുടർച്ചയായി കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കില്ലെന്നും വി മുരളീധരൻ ട്വിറ്ററിൽ കുറിച്ചു. ആശുപത്രിയിൽ പ്രവേശിക്കും മുൻപും ആശുപത്രിയിൽ നിന്നിറങ്ങുമ്പോഴും മുഖ്യമന്ത്രി ഗുരുതരമായ കോവിഡ് ചട്ടലംഘനങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ പോലീസ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. 6-ാം ദിവസമാണ് ഇപ്പോൾ ടെസ്റ്റ് നടത്തിയിട്ട് പിണറായി വിജയൻ ഹോസ്പിറ്റൽ വിട്ടിരിക്കുന്നു. അതല്ല, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നതനുസരിച്ചിട്ട് 4-ാം തീയതി അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 10 ദിവസമായി ഇന്നലത്തേക്ക്. 4-ാം തീയതി ബാധിച്ചിരുന്നു എന്നുള്ളത് 8-ാം തീയതി അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അറിയുന്നതല്ല, 4-ാം തീയതി തന്നെ അറിയും. അങ്ങനെ അറിയാൻ പറ്റുള്ളൂ. 4-ാം തീയതി ബാധിച്ചിരുന്നുവെങ്കിൽ 4-ാം തീയതി 10,000 കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് റോഡ് ഷോ നടത്തിയത് പ്രോട്ടോകോൾ ലംഘനമല്ലേ? അതേസമയം മുഖ്യമന്ത്രി ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. പോസിറ്റീവ് ആയതിനു ശേഷം 10 ദിവസം ആശുപത്രിയിൽ കഴിയണമെന്ന് നിർബന്ധമില്ല. വി മുരളീധരനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ എന്തും വിളിച്ചു പറയരുതെന്നും കെ ശൈലജ പറഞ്ഞു. ഒരു ലംഘനം ഉണ്ടായിട്ടില്ല. എന്താണ് ഇങ്ങനെ പറയുന്നത്? ഒരു അടിസ്ഥാനമില്ലാണ്ട് എന്തെങ്കിലും വിളിച്ചു പറയുകയാണ്. അതായത് മുഖ്യമന്ത്രിക്ക് കോവിഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ആലോചിക്കുന്ന സമയത്ത് നേരിയൊരു ജലദോഷം അങ്ങനെ കണ്ടിട്ടെന്നാൽ ടെസ്റ്റ് നടത്താം. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾ പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് നടത്താമെന്ന് കരുതിയിട്ടാണ് ടെസ്റ്റ് നടത്തിയത്. വീണ്ടും മുഖ്യമന്ത്രിയുടെ ടെസ്റ്റ് നടത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ നെഗറ്റീവ് ആയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയാണ്. അതിൽ എന്ത് ലംഘനം ഉണ്ടായിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ISRO ചാരക്കേസിലെ ഗൂഢാലോചനയിൽ അന്വേഷണം CBIക്ക് വിട്ട് സുപ്രീംകോടതി. ജസ്റ്റിസ് DK ജെയിൻ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ CBIക്ക് കൈമാറാൻ നിർദ്ദേശം. റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുന്നത് തടഞ്ഞു. 3 മാസത്തിനകം CBI അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന മുൻ DGP CB മാത്യൂസിന്റെ ആവശ്യം കോടതി തള്ളി. CBI അന്വേഷണത്തിന് ശേഷം ശിക്ഷ കൂടി നടപ്പാക്കിയാലേ തനിക്ക് പൂർണ്ണ നീതി ലഭിക്കുകയുള്ളൂ എന്ന് നമ്പിനാരായണൻ പ്രതികരിച്ചു. crime was a fabricated crime. അത് സുപ്രീം കോടതി CBIയുടെ ക്ലോഷർ റിപ്പോർട്ട് പറയുന്നുണ്ട്. CJM കോടതി അക്സെപ്റ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ഫസ്റ്റ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് പറയുന്നുണ്ട്. April 29, 1998 ജഡ്ജ്മെൻറ്റ്. പിന്നെ September 14, 2018 അത് പറയുന്നുണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പറയുന്നുണ്ട്. സോ സംശയമില്ലാതെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്. അപ്പം ആര് ഫാബ്രിക്കേറ്റ് ചെയ്തുള്ളത് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ പ്രയത്നം. സ്വാഭാവിക നീതി ലഭിച്ചില്ലെന്നും നമ്പിനാരായണനെതിരെയുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയർഡ് SP S വിജയൻ പറഞ്ഞു. അവിടെ ISRO കേസിലെ അന്വേഷണം, പോലീസ് നടത്തിയ അന്വേഷണം ആരും ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഫയൽ വഴിയാണ്. ആ കേസിൽ ചാർജ് കൊടുത്തിട്ടില്ല. ചാർജ് കൊടുക്കാതെ എങ്ങനെയാണ് ഒരു വിചാരണ നടക്കുക?
അപ്പോൾ ഫൈനൽ റിപ്പോർട്ട് അയച്ച ഒരു കേസില് ഒരു 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 പ്രതികൾ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞു അയച്ച ഒരു റിപ്പോർട്ടിനെ റീഓപ്പൺ ചെയ്യാതെ വിചാരണ നടത്താതെ അതിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവരെ കണ്ടു ചോദിക്കാതെ അതിലെ വാദിയെ മാത്രം കണ്ടു ചോദിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് നേരെ സുപ്രീം കോടതി കൊടുത്താൽ സുപ്രീം കോടതിയെ കൊണ്ട് നേരിട്ട് CBIക്ക് കൊടുത്തിട്ട് വീണ്ടും അന്വേഷിപ്പിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരെ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ISRO ചാരക്കേസ് CBIക്ക് വിടാനുള്ള സുപ്രീം കോടതിയുടെ നിലപാട് സ്വാഗതാർഹമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേസിലെ ദുരൂഹതകളുടെ ചുരുൾ അഴിഞ്ഞു കാണാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്പിനാരായണൻ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഇരയാണ്. ചാരക്കേസിന്റെ ഗൂഢാലോചനയിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് പുറത്തുവരുമെന്നാണ് പ്രതീക്ഷയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. KM ഷാജിയെ വിജിലൻസ് നാളെ ചോദ്യം ചെയ്യും. വിജിലൻസ് വീട്ടിലെത്തി നോട്ടീസ് നൽകി. നാളെ 10 മണിക്ക് കോഴിക്കോട് വിജിലൻസ് ആസ്ഥാനത്ത് ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശം. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള റെയ്ഡിൽ ഷാജിയുടെ വീട്ടിൽ നിന്നും 47,35,000 രൂപ വിജിലൻസ് കണ്ടെടുത്തിരുന്നു. നോട്ടീസ് കിട്ടിയതായും നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നും KM ഷാജി അറിയിച്ചു. പശ്ചിമബംഗാളിൽ 6 മുതൽ 8 ഘട്ടം വരെയുള്ള തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തണമെന്ന നിർദ്ദേശം തള്ളി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോവിഡ് ചട്ടങ്ങൾ പാലിക്കാനടക്കം ഇപ്പോഴത്തെ സമയക്രമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് ഉചിതമെന്ന വിലയിരുത്തൽ. നാളെ മുതൽ കൂടുതൽ പ്രചാരണ റാലികളുമായി തൃണമൂൽ കോൺഗ്രസും BJPയും 5ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 45 മണ്ഡലങ്ങളിലും കേന്ദ്രസേനയെ വിന്യസിച്ചു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷ. തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായ കോൺഗ്രസ് നിലപാടിനെ തള്ളി CPIM രംഗത്ത്. തൃണമൂൽ കോൺഗ്രസിനെയും BJPയെയും ഒരേപോലെ എതിർക്കേണ്ടതെന്ന CPIM പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത് മിശ്ര. It is our responsibility to ensure peaceful elections here and not entirely depend upon election commission, which is not, always acting as a neutral body. The TMC and BJP has been trying consistently in the name of game. They say khela in Bengali. Khela hobe. That means there will be a game. There will be something like that. It's a dangerous game. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ കാറ്റിനും സാധ്യത. സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്ന് മുന്നറിയിപ്പ്. തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ നൃത്ത ചുവടുകൾക്ക് പിന്തുണയുമായി എറണാകുളം അങ്കമാലി അതിരൂപത പ്രസിദ്ധീകരണം. നൃത്തത്തിനെതിരെ ഉയർന്ന വിദ്വേഷ പ്രചരണം മനോരോഗമാണെന്ന് സത്യദീപം കുറ്റപ്പെടുത്തി. വിഭാഗീയതയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിൽ മുഴുകുന്നവർക്ക് ഇളമുറക്കാരുടെ ഈ പ്രതികരണം പ്രചോദനമാകണം. മതേതരത്വത്തെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന തീവ്ര ചിന്തകൾ ക്രൈസ്തവർക്കിടയിൽ വളരുന്നതായും സത്യദീപം സ്വയം വിമർശിക്കുന്നു. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന PC ജോർജിന്റെ പ്രസ്താവനയെയും പ്രസിദ്ധീകരണം വിമർശിച്ചു. മന്ത്രി G സുധാകരനെതിരെ പോലീസിൽ പരാതി. സ്ത്രീത്വത്തെ അപമാനിക്കുകയും വർഗീയ സംഘർഷത്തിനിടയാക്കുകയും ചെയ്യുന്ന പരാമർശങ്ങൾ നടത്തിയെന്ന് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ ഭാര്യ. പരാതിക്കാരി SFI ആലപ്പുഴ മുൻ ജില്ലാ കമ്മിറ്റി അംഗം. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധം പ്രസ്താവന നടത്തിയെന്ന പരാതി. പരാതിക്കാരിയെ വിവാഹം ചെയ്തതിനു പിന്നാലെ മന്ത്രി പേഴ്സണൽ സ്റ്റാഫിനെ ഒഴിവാക്കിയെന്നും ആക്ഷേപം. കോവിഡ് മാർഗനിർദ്ദേശം കാറ്റിൽ പറത്തി കോളേജിൽ DJ പാർട്ടി. തിരുവനന്തപുരം വർക്കല ശിവഗിരി ശ്രീനാരായണ കോളേജിലാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ DJ പാർട്ടി സംഘടിപ്പിച്ചത്. മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും നടത്തിയ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പുറത്ത്. സംഭവം ഇന്ന് ഉച്ചയോടെ പോലീസ് ആവശ്യപ്പെട്ടിട്ടും വിദ്യാർത്ഥികൾ പരിപാടി ഉപേക്ഷിച്ചില്ല. നിയമലംഘനം നടന്നിട്ടും കേസെടുക്കാതെ പോലീസ്. കൊച്ചി മട്ടാഞ്ചേരിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് DJ പാർട്ടി സംഘടിപ്പിച്ച സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 50ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കേസ് അന്വേഷിക്കുന്ന CI JS പ്രവീൺ 24നോട് പറഞ്ഞു. പാർട്ടിക്കായി എത്തിയ ഇസ്രായേലിൽ നിന്നുള്ള ഡിസ്കോ ജോക്കിയെ ചോദ്യം ചെയ്യുമെന്നും CI വ്യക്തമാക്കി. കണ്ടാലറിയാവുന്ന ആൾക്കാരെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അവർ DJ പാർട്ടി സംഘടിപ്പിച്ചതിൻ്റെ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നടത്തിപ്പുകാർക്കും ഓണർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് തുടർന്ന് അന്വേഷണം നടന്നു വരുന്നുണ്ട്.
ലഹരി ഉൽപ്പന്നങ്ങളൊന്നും അന്നത്തെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. കൊല്ലം പൂയപ്പള്ളി ഏഴാംകുറ്റിക്ക് സമീപം റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വെളിയം നെടുമൺകാവ് നല്ലില സ്വദേശി നൌഫലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാറിൽ നിന്ന് വിഷവാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്ന അനുമാനം. ഏറെ നേരമായി വാഹനം ഓണാക്കി നിർത്തിയിട്ടിരുന്നതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. ഉച്ചസമയം മുതൽ തന്നെ കാർ ഓണാക്കിയ നിലയിൽ പ്രദേശത്ത് നിർത്തിയിട്ടിരുന്നു. കാർ ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാവൂ. പാനൂരിലെ മൻസൂർ വധക്കേസിൽ മുഖ്യപ്രതിയടക്കം 2 പേർ കൂടി അറസ്റ്റിൽ. കൃത്യത്തിന് നേതൃത്വം കൊടുത്ത വിപിൻ, 3ാം പ്രതി സംഗീത് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. പുല്ലൂക്കര സ്വദേശിയായ വിപിനാണ് മൻസൂറിന് നേരെ ബോംബെറിഞ്ഞത്. മോന്താൽ പാലത്തിനടുത്തായി ഒളിവിൽ കഴിയുകയായിരുന്നു ഇരുവരും. ഇതോടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 7ആയി. ഷിനോസ്, അനീഷ്, ശ്രീരാഗ്, അശ്വന്ത്, ബിജേഷ് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത്. ആലപ്പുഴ വള്ളികുന്നത്ത് 15 വയസ്സുകാരന്റെ കൊലപാതകത്തിന് കാരണം പ്രാദേശിക പ്രശ്നവും വ്യക്തിവൈരാഗ്യവുമാണെന്ന് പോലീസ്. അഭിമന്യുവും പ്രതികളുമായുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. എന്നാൽ RSS ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണ് അഭിമന്യുവിന്റേതെന്ന് CPIM ആരോപിച്ചു. SFIയുടെ സ്കൂളിലെ സജീവ പ്രവർത്തകനായ ഈ ചെറുപ്പക്കാരനെ, ഈ പിഞ്ച് പയ്യനെ കൊലപ്പെടുത്തുക എന്ന വളരെ ആസൂത്രിതമായ ഉദ്ദേശത്തോടുകൂടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണ് ഇത് എന്ന് CPIMന്റെ ചാരുമൂട് ഏരിയ കമ്മിറ്റി വ്യക്തമാക്കുകയാണ്. RSS പ്രവർത്തകർക്ക് കൃത്യത്തിൽ പങ്കില്ലെന്നാണ് BJPയുടെ വിശദീകരണം. വള്ളികുന്നം കൊലപാതകവുമായി ബന്ധപ്പെട്ട് RSSനും BJPക്കും എതിരായിട്ട് ഉയരുന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതവും വസ്തുതാ വിരുദ്ധവുമാണ്. കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ പിതാവും പോലീസും ഒരുപോലെ അസന്നിഗ്ധമായി ഇത് രാഷ്ട്രീയ ബന്ധമില്ലാത്ത സംഭവമാണ് എന്ന് പറയുമ്പോഴും CPM ഈ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയ ലാഭം, ഇത്തരം ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ പേരിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം അത്യന്തം ഹീനമാണ്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ മുഖ്യപ്രതി സജയ് ദത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തന്റെ മകൻ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗമായിരുന്നില്ലെന്ന് അഭിമന്യുവിന്റെ അച്ഛൻ അമ്പിളികുമാർ. ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞ കൂട്ടുകാരനെ കണ്ട് ഞാനിപ്പോൾ വരുമോ ചോദിച്ചു. അപ്പം മൂത്ത ആള് അമ്പലത്തിൽ പോകാമെന്നറിയാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ അമ്പലത്തിൽ പോയില്ല, അയാൾ വീട്ടിലാണ്, അയാളുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ. അപ്പോൾ അയാളും പോയില്ല. അപ്പം ഞാൻ വണ്ടിയെ പോകേണ്ടതുണ്ട്. ഞാൻ കയറി അങ്ങോട്ട് കിടന്ന് കണ്ണി മയക്കം പിടിച്ചപ്പോഴാണ് അനിയത്തി മോടെ മൊബൈലിൽ ആരാണ്ട് അവിടെ കൂട്ടുകാരികൾ വിളിച്ച് പറയുമ്പോഴാണ് ഞാനിവിടെ നിന്ന് ആശുപത്രി ചെന്നപ്പോഴത്തേക്ക് മരിച്ചു കിടക്കുന്നതായിട്ടാണ്. മുട്ടാർപ്പുഴയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിലും പിതാവ് സനു മോഹന്റെ തിരോധാനത്തിലും താമസിച്ചിരുന്ന ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം. കഴിഞ്ഞ 2 മാസത്തിനിടെ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കാനെത്തിയവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. സനു മോഹനെ നിരീക്ഷിക്കാൻ മാർവാടി സംഘത്തിലെ ആളുകൾ ഫ്ളാറ്റിൽ വാടകയ്ക്കെത്തിയിരുന്നതായി പോലീസ് സംശയിക്കുന്നു. സനു മോഹന്റെ തിരോധാനത്തിന് പിന്നിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ഗൂഢസംഘമുണ്ടായിരുന്നതായും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ സനു മോഹന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. സംസ്ഥാനത്തെ അംഗീകാരമില്ലാത്ത എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടണമെന്ന ബാലാവകാശ കമ്മീഷൻ. സർക്കാരിന്റെയോ CBSEയുടെയോ അംഗീകാരമില്ലാത്ത അൺഎയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ച പരാതിയിലാണ് ഉത്തരവ്. അടുത്ത അധ്യയന വർഷം ഇത്തരത്തിലുള്ള സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സെക്രട്ടറിയും ഉറപ്പുവരുത്തണം. അംഗീകാരമില്ലാത്ത സ്കൂളുകളിലെ കുട്ടികൾക്ക് തുടർ പഠനത്തിന് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സൗകര്യമൊരുക്കണമെന്നും ഉത്തരവിലുണ്ട്. അടിസ്ഥാന സൗകര്യമില്ലാതെ സംസ്ഥാനത്ത് അൺഎയ്ഡഡ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുവെന്ന പരാതികളിലാണ് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. കേരള സാങ്കേതിക സർവകലാശാല അയോഗ്യരാക്കിയ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിച്ച് പ്രൈവറ്റ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ. പരീക്ഷ നടത്തിയ ശേഷം നിയമപരമായി നീങ്ങാനാണ് അസോസിയേഷന്റെ തീരുമാനം. ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിംഗ് പ്രവേശനം ലഭിച്ച 23 കോളേജുകളിലെ 235 കുട്ടികളെയാണ് സാങ്കേതിക സർവകലാശാല അയോഗ്യരാക്കിയത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ അഡ്മിഷൻ നേടിയത് ചട്ടവിരുദ്ധമാണെന്നും 1 മാസം മുൻപേ ഇക്കാര്യം കോളേജുകളെ അറിയിച്ചിരുന്നതാണെന്നും സർവകലാശാല വ്യക്തമാക്കി. സർവകലാശാലയുടെ തീരുമാനം യുക്തിരഹിതമാണെന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതികരിച്ചു. പക്ഷേ ഇന്നലെ 7:30 രാത്രി ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നു, ഈ കുട്ടികളെ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളതിനെതിരായിട്ട് കോടതിയിൽ മൂവ് ചെയ്യാണ്. വക്കാലത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കോടതി മൂവ് ചെയ്യണം. കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ കുട്ടികൾക്ക്
പരീക്ഷ എഴുതാൻ ഞങ്ങൾ അനുവദിച്ചു. പക്ഷേ അത് യൂണിവേഴ്സിറ്റി അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങളത് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു റിക്വസ്റ്റ് പരീക്ഷയ്ക്ക് ശേഷം ഞങ്ങൾ കുട്ടികളുടെ റെപ്രസെൻറ്റേഷൻ സഹിതം യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ധന വിലയിൽ നേരിയ കുറവ്. പെട്രോളിന് 16 പൈസയും ഡീസലിന് 15 പൈസയുമാണ് കുറഞ്ഞത്. കൊച്ചിയിൽ പെട്രോളിന് 90 രൂപ 56 പൈസയും ഡീസലിന് 85 രൂപ 14 പൈസയുമായി. തിരുവനന്തപുരത്ത് 92 രൂപ 28 പൈസയും ഡീസലിന് 86 രൂപ 75 പൈസയുമാണ് ഇന്നത്തെ വില. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ധനവില കുറഞ്ഞത്. ജഡ്ജിമാരുടെ നിയമനത്തിനായുള്ള സുപ്രീം കോടതി കൊളീജിയം ശുപാർശകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. അറ്റോർണി ജനറൽ കെ വേണുഗോപാലാണ് കാര്യം അറിയിച്ചത്. രാജ്യത്തെ വിവിധ ഹൈക്കോടതികളിലായി 220 ഒഴിവുകളുണ്ട്. ഇവ നികത്താനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും AG വ്യക്തമാക്കി. ജഡ്ജി നിയമനവുമായി ബന്ധപ്പെട്ട കേസിലാണ് നിലപാട് അറിയിച്ചത്. ഇതിനിടെ ഒരു വനിതാ ചീഫ് ജസ്റ്റിസിനെ രാജ്യത്തിന് ലഭിക്കേണ്ട സമയമായെന്ന് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ. ജുഡീഷ്യൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് പരാമർശം. ഒട്ടേറെ വനിതകളെ വിവിധ ഹൈക്കോടതികളിൽ ജഡ്ജിമാരാകാൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ കുടുംബ പ്രാരാബ്ധങ്ങൾ ചൂണ്ടിക്കാട്ടി പലരും ക്ഷണം നിരസിച്ചെന്നാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ തന്നെ അറിയിച്ചതെന്ന് ജസ്റ്റിസ് SA ബോബ്ഡെ പറഞ്ഞു. കോവിഡ് മഹാമാരിയെ പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ കത്ത്. പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ചാൽ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയും. ചെറുകിട നികുതിദായകരുടെ GST റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടണം. സ്റ്റാർട്ടപ്പ് അടക്കം സംരംഭങ്ങളുടെ വായ്പാ തിരിച്ചടവിന് കൂടുതൽ സമയം നൽകണമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങളിൽ കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഖോസെ. വരുന്ന 2 ആഴ്ചത്തേക്ക് മെഗാ സെയിലുകളും ഓഫറുകളും അനുവദിക്കില്ല. വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിൽ ട്രയൽസ് പാടില്ല. സ്ഥാപനങ്ങളിലെ മുഴുവൻ ജീവനക്കാർക്കും RT-PCR സർട്ടിഫിക്കറ്റോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ ഉണ്ടായിരിക്കണം. 45 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ ജീവനക്കാർക്കും ഓരോ 15 ദിവസം കൂടുമ്പോൾ RT-PCR ടെസ്റ്റ് നടത്തണമെന്നും നവജ്യോത് ഖോസെ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൂർണ്ണ സൈനിക പിന്മാറ്റം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. 2001 ഭീകരാക്രമണത്തിന്റെ 20ാം വാർഷികമായ സെപ്റ്റംബർ 11-നകം എല്ലാ സൈനികരെയും പിൻവലിക്കാനാണ് തീരുമാനം. 3500 അമേരിക്കൻ സൈനികരാണ് നിലവിൽ അഫ്ഗാനിസ്ഥാനിലുള്ളത്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള 9600 സൈനികരും അഫ്ഗാനിലുണ്ട്. അമേരിക്ക സൈന്യത്തെ പിൻവലിക്കുന്നതിനൊപ്പം നാറ്റോ സഖ്യകക്ഷികളും സൈനികരെ പിൻവലിക്കും. മെയ് 1 മുതൽ സൈനിക പിന്മാറ്റം ആരംഭിക്കും. താലിബാനുമായി കഴിഞ്ഞ വർഷം ട്രംപ് ഭരണകൂടം ഒപ്പുവെച്ച ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സൈനിക പിന്മാറ്റം. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 3 വിക്കറ്റ് ജയം. 148 റൺസ് വിജയലക്ഷ്യം. 2 പന്ത് ശേഷിക്കെ റോയൽസ് മറികടന്നു. 62 റൺസ് എടുത്ത ഡേവിഡ് മില്ലറും 18 പന്തിൽ 36 റൺസുമായി പുറത്താകാതെ നിന്ന ക്രിസ് മോറിസുമാണ് രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചത്. സഞ്ജു സാംസൺ 45 റൺസ് എടുത്ത് പുറത്തായി. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 8 വിക്കറ്റ് നഷ്ടത്തിലാണ് 147 റൺസ് എടുത്തത്. ഋഷഭ് പന്ത് ഒഴികെയുള്ള ബാറ്റ്സ്മാൻമാർ പതറിയ പോരാട്ടത്തിൽ ജയദേവ് ഉനദ്കട്ട് 3 വിക്കറ്റ് വീഴ്ത്തി 51 റൺസ് എടുത്ത പന്ത് റണ്ണൌട്ടായി. സഞ്ജു സാംസണിന്റെ നേതൃത്വത്തിൽ രാജസ്ഥാന്റെ ആദ്യ ജയമാണ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു.